നമസ്കാരം. തിരുരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. സ്വർണ്ണ സമ്പാദ്യം ഇനി തൂബയ്ക്കൊപ്പം 40ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് നഞ്ചിപ്പിക്കുന്ന ഗോൾഡൻ സ്കീമുകൾ. മാസ നിക്ഷേപ പദ്ധതി മുതൽ പ്രത്യേക മംഗല്യാൻ സ്കീമിലൂടെ പണിക്കൂലിയില്ലാതെയും പണിക്കൂലിയിൽ കിഴിവുകളോടെയും രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും 9084 നിങ്ങളുടെ ഇഷ്ട സ്വർണ്ണമണിയാം ഇഷ്ടം പോലെ. KSEB തിരുരങ്ങാടി സെക്ഷൻ പരിധിയിൽ നിലനിൽക്കുന്ന വൈദ്യുതി പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനും പരിഹാരമാർഗങ്ങൾ ആരായുന്നതിനും പ്രശ്നപരിഹാരത്തിന് സ്വീകരിക്കേണ്ടതായ താൽക്കാലിക മാർഗങ്ങൾ, സ്ഥിര പരിഹാര മാർഗങ്ങൾ എന്നിവ തീരുമാനിക്കുന്നതിനുമായി തിരൂരങ്ങാടി പോലീസ് സ്റ്റേഷനിൽ ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ, KSEB ഉദ്യോഗസ്ഥർ എന്നിവരുടെ സംയുക്ത യോഗം ചേർന്നു. നിലവിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നത്തെക്കുറിച്ച് ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ അവതരിപ്പിച്ചു. ഇതിൽ വലിയൊരു പ്രധാന ഘടകം വരുന്നത് സമ്മർ സീസണുകളിൽ നമ്മൾ നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞു നമ്മുടെ ഉപയോഗം കൂട്ടിക്കൊണ്ടുവരികയാണ്. പക്ഷേ ഉപയോഗം നമ്മൾ നിർബന്ധിതരാകുകയാണ്. സാധാരണഗതിയിൽ നമ്മുടെ ആവശ്യമുള്ള സമയത്താണ് AC ഇടുക. അപ്പോൾ ഓരോ കൺസ്യൂമറെ സംബന്ധിച്ച് അത് AC ഇടുക അതേപോലെ ആ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് അവനവൻ്റെ ദൈനംദിന ജീവിതത്തിൽ ഉപേക്ഷിക്കാൻ പറ്റാത്ത കാര്യമായതുകൊണ്ടാണ്. അത് കുട്ടികൾ കിടന്നുറങ്ങണമെങ്കിൽ ഈ ഫാനില്ല, അല്ലെങ്കിൽ ചൂട് സമയത്ത് നടക്കില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ തിരുരങ്ങാടി വള്ളിക്കുന്ന MLA വീണ്ടും ഞങ്ങൾ മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. ഈ ലെവലിലുള്ള ഉദ്യോഗസ്ഥന്മാരൊക്കെ വന്നിട്ട് അപ്പോൾ ഇത് പെട്ടെന്ന് പരിഹരിക്കാൻ പറ്റിയ പ്രശ്നമില്ല. പക്ഷെ ജനങ്ങളെ നമ്മൾ ഡിപ്പാർട്ട്മെന്റ് ബേസിലും ബോധവൽക്കരിക്കേണ്ടതാണ്. ഞങ്ങൾ അന്ന് അവിടെ എടുത്തൊരു തീരുമാനം, ഇവിടെ ഞാനിപ്പോൾ പത്രത്തിൽ കണ്ടു, ഇവിടെ അത് എടുത്തിട്ട് തോന്നുന്നു, നമ്മുടെ തിരുരങ്ങാടി MLA ഏതൊക്കെ ഇപ്പോൾ ഒരു 20 ട്രാൻസ്ഫോമർ ചേളാരി തലപ്പാറ സെക്ഷൻ്റെ കീഴിലുണ്ടെങ്കിൽ ആ 20 ട്രാൻസ്ഫോമറിലെ 1 മുതൽ 5 വരെയുള്ള ട്രാൻസ്ഫോമർ ഒരു ദിവസം ഓരോ സമയം പറയും. രാത്രി ഇപ്പോൾ 9 മുതൽ 10 വരെ, അല്ലെങ്കിൽ 10 മുതൽ 11 വരെ ഓരോ ട്രാൻസ്ഫോമർ ഏരിയ പറഞ്ഞ് അത് ഓഫ് ചെയ്യുന്ന രീതി ജനങ്ങളെ മുൻകൂട്ടി അറിയിക്കുമ്പോൾ എന്താ വെച്ചാൽ ജനങ്ങൾക്ക് അതിനെ പ്രതിരോധിക്കുക, അതായത് അവിടെ തന്നെ അതിനുള്ള ഒരു സംവിധാനം ചെയ്യാൻ കഴിയുള്ളൂ. പിന്നെ പ്രതീക്ഷ ഉണ്ടാവും, 2 മണി കഴിഞ്ഞാൽ കണ്ട് വരുമല്ലോ, ആ ഒരു സമാധാനം ഉണ്ടാവും. നമ്മൾ MLA നേതൃത്വത്തിൽ കൂടിയ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അന്ന് അങ്ങനെ ഓരോ ഏരിയ തിരിച്ചന്ന് ഫസ്റ്റ് ഡേനെ ബൈപ്പാസ് ഭാഗത്തൊക്കെ കറണ്ട് പോയി. അന്ന് രാത്രി ഓഫ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ അവിടെ തന്നെ എന്നാലും പിന്നെയും കറണ്ട് അധികമായി പോവുകയാണ്. നമ്മൾ ഒരു ദിവസം അങ്ങനെ നമ്മൾ തീരുമാനിച്ചത് 7 ദിവസം കഴിഞ്ഞിട്ട് അടുത്ത ഇത് വരുള്ളൂ എന്ന് പറഞ്ഞു. അന്ന് 2 മണിക്കൂറോളം കറണ്ട് പോയത് പിന്നെയും കറണ്ട് പോകുന്ന ഒരു അവസ്ഥ. ഇന്നലെ ഉച്ച മുതൽ കറണ്ട് പോവുകയാണ്. ഉച്ച മുതൽ പറഞ്ഞാൽ ഞാൻ ഇന്നലെ 7ന്റെ നമ്പർക്ക് വിളിച്ച് 7 ഉച്ച മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള കറണ്ട് പോലെ രാത്രി ഏകദേശം ഒരു 1:30 മണി വരെ ആ കറണ്ട് പോക്ക് കൊടുക്കുന്നത്. ഇന്ന് രാവിലെ 9:05-നാണ് കറണ്ട് പോകുന്നുള്ള മെസ്സേജ് വരുന്നത്. 9:15 കറണ്ട് പോകുന്നത്. നമുക്ക് അതുകൊണ്ടുള്ള പിന്നെ 10 മിനിറ്റ് ഗ്യാപ്പിലാണ് ആ മെസ്സേജ് വരുന്നത്. അതൊന്ന് നേരത്തെ ആക്കിയ മെസ്സേജ് വരുന്നത്. പിന്നെ അതേമാതിരി കറക്റ്റായിട്ട് ഈ ഓഫാക്കുന്നത് കറക്റ്റായിട്ട് അറിയിച്ചാൽ കുറേ പ്രശ്നങ്ങൾ ചെയ്യുമ്പോഴൊക്കെ പറഞ്ഞാൽ വേണ്ടില്ല. വൈദ്യുതി മുടക്കവുമായി ബന്ധപ്പെട്ട KSEB ഓഫീസിൽ പോയി അതിക്രമം കാണിക്കരുതെന്ന് പോലീസ് അഭ്യർത്ഥിച്ചു. നിലവിൽ ഓഫീസിൽ കയറി അതിക്രമം കാണിച്ചതിൽ 3 പരാതികൾ ലഭിച്ചിട്ടുണ്ടെന്നും ഇതിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും തിരുരങ്ങാടി CI KT ശ്രീനിവാസൻ പറഞ്ഞു. AC ഇത്ര ടെമ്പറേച്ചർ കുറച്ചുകൊണ്ട് അല്ലെങ്കിൽ കൂട്ടിക്കൊണ്ട് ഏകദേശം 26-ന് മുകളിൽ വെച്ചുകൊണ്ട് അത് വർക്കൗട്ട് ചെയ്യുന്നു. അതേപോലെ തന്നെ ഫ്രിഡ്ജ് രാത്രി കാലങ്ങളിൽ 1-2 മണിക്കൂർ ഓഫ് ചെയ്തിടുക. ഇങ്ങനെയുള്ള ഇത്തരം കാര്യങ്ങളുണ്ടല്ലോ, നമ്മൾ എന്തൊക്കെ പ്രിക്കോഷൻ എടുക്കണം എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ച് വിശദമായി ഒരു വീഡിയോ പ്രോഗ്രാം തയ്യാറാക്കിയിട്ട് അത് ഇപ്പോൾ പല വീഡിയോസും ഒക്കെ തന്നെ നേരത്തെ വക്കീൽ പറഞ്ഞ പോലെ പലതും നമുക്ക് അവൈലബിൾ ആണ്, യൂട്യൂബിലെല്ലാം അവൈലബിൾ ആണ്. പക്ഷേ നമുക്കിവിടെ പ്രാദേശിക തലത്തിൽ അത് വേണ്ട രൂപത്തിൽ എത്തണമെന്നില്ല. അതുകൊണ്ട് പ്രാദേശിക തലത്തിൽ ആ ഗ്രൂപ്പുകളിൽ എത്തിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് KSEBിൻ്റെ ഓഫീസേഴ്സിനോട് പറയാം. അത് മീറ്റിംഗ് വിളിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ 3 പരാതികൾ ഇവിടെ കിട്ടി. ഒന്ന് നമ്മളൊരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കാരണം KSEB ഓഫീസിൽ കയറി ഓരോ കുട്ടികൾ പ്രതികരിക്കുന്ന പല രൂപത്തിലാണ്. അവിടെയുള്ള ഫർണിച്ചർ നശിപ്പിക്കുക, അവിടെയുള്ള സ്റ്റാഫിനോട് വളരെ മോശമായിട്ട് പെരുമാറുക, അവരുടെ ഔദ്യോഗിക കൃത്യമാണ് തടസ്സപ്പെടുക, ഇങ്ങനെ ഇത്ര പ്രശ്നങ്ങളുണ്ട്. അതുകൂടാതെ ചില ആൾക്കാരെ വീട് കൂട്ടി KSEB ഓഫീസിൽ കയറിയിട്ട് അവിടെ കിടന്നുറയും. അപ്പം ഒരു സർക്കാർ ഓഫീസിൽ അതിക്രമിച്ച് കയറിയിട്ട് അവിടെ ഇങ്ങനെ ഇത്തരം കാര്യങ്ങൾ ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പം അങ്ങനെയുള്ള അതുമായി ബന്ധപ്പെട്ടുള്ള കുറേ പരാതികൾ ഇവിടെ കിട്ടുകയും ഒരു കേസ് രജിസ്റ്റർ ചെയ്ത പശ്ചാത്തലത്തിൽ അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ കൂടിയാണ് ഇങ്ങനെ ഒരു മീറ്റിംഗ് വിളിച്ചിരിക്കുന്നത്. ഈ കറണ്ട് മാനേജ് ചെയ്യുന്ന ഒരു സ്ഥലത്തേക്ക് അതിനെക്കാട്ട് വലിയ അപകടമാണ് ഉണ്ടാകുക.
പിന്നെ അവിടെ എ വിളിക്കും, എന്നെ വിളിക്കും. ഞാനവിടെ നിന്ന് കഴിഞ്ഞ തവണ തലപ്പുറ വന്ന് ഒരാളെ പിടിച്ച് കൂട്ടി കൊണ്ടുവരേണ്ടി വന്നു. പിന്നെ ഇപ്പോൾ ഒരു കേസ് രജിസ്റ്റർ ചെയ്യുന്നു. 353 IPC പ്രകാരം കേസെടുത്തിരിക്കുകയാണ്, ജാമ്യം കിട്ടാത്ത കേസെടുത്തിരിക്കുകയാണ്. മേലിൽ ഇത്ര പ്രശ്നങ്ങൾ തന്നെ ഉണ്ടാകാൻ പാടില്ല. ജനപ്രതിനിധികൾ അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പ്രാദേശിക തലത്തിൽ അതിൻ്റെ ഒരുപാട് കാര്യം. പിന്നെ ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു സമരം ചെയ്യുകയാണെങ്കിൽ നമുക്കതിൻ്റെ മുകളിൽ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാം. കാരണം എന്ന് പറഞ്ഞാൽ പോലീസുകാർ അവരുടെ കാര്യങ്ങൾ വിശദീകരിക്കുന്നു പോകും. മറിച്ച് ഇതുപോലെ രാത്രി കാലങ്ങളിൽ അസമയത്ത് കുറേ ചെറുപ്പക്കാരെ കയറിയിട്ട് പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടാണ്. അതങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനാൽ തീർച്ചയായിട്ടും ഡിസ്കറേജ് ചെയ്യണം. അതിനുള്ള മനസ്സ് നിങ്ങളുടെ എല്ലാ ഭാഗത്തും ഉണ്ടാവണം എന്നുള്ള കാര്യമാണ് സൂചിപ്പിക്കാനുള്ളത്. കൂടുതൽ ആളുകൾ AC ഉപയോഗിക്കുന്നതിനാൽ വൈദ്യുതി ഉപയോഗം കൂടുതലാണ്. ഇക്കാരണത്താൽ ലോഡ് താങ്ങാനാകാതെ വൈദ്യുതി മൊത്തത്തിൽ പോവുകയാണ്. ചില പ്രദേശങ്ങളിലേക്കുള്ള വൈദ്യുതി കുറച്ച് സമയത്തേക്ക് ഓഫാക്കിയാൽ മറ്റു പ്രദേശങ്ങളിൽ ലോഡ് കുറയ്ക്കുവാനും മൊത്തത്തിൽ വൈദ്യുതി ഇല്ലാതാവുന്ന സാഹചര്യം കുറയ്ക്കുവാനും ആകും. ഇതിന് ആഴ്ചയിൽ ഒരു ദിവസം പ്രദേശവും സമയവും ക്രമപ്പെടുത്തി വൈദ്യുതി ഓഫാക്കുകയും ഇക്കാര്യം പൊതുജനങ്ങളെ മാധ്യമങ്ങളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും അറിയിക്കാമെന്നും KSEB അധികൃതർ വ്യക്തമാക്കി. നമ്മുടെ ആ ഒരു പരിമിതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഈ ക്രൈസിസ് നമ്മുടെ ഫീഡറുകൾ ഓവർലോഡ് ആവുക എന്നുള്ളതാണ്. ഏകദേശം ഒരു 9 മണി മുതൽ ഒരു 2 മണി വരെയുള്ള സമയത്ത് നമ്മുടെ സബ്സ്റ്റേഷനിൽ വരുന്ന ഫീഡറുകൾ ഓവർലോഡായിട്ട് ട്രിപ്പാവുകയാണ്. നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കമ്പിയിൽ കൂടി കടന്നു പോകാവുന്ന ഒരു കറണ്ട് സെറ്റിങ് കൊടുത്തിട്ടുണ്ട്. മാക്സിമം അതിനകത്ത് കൂടെ പോകാവുന്ന ഒരു കറണ്ടിൻ്റെ സെറ്റിങ്ങാണ് സബ്സ്റ്റേഷനിൽ റിലേ സെറ്റിംഗ് ആയിട്ട് വെച്ചിരിക്കുന്നത്. അതിന് മുകളിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞ് ട്രിപ്പായി പോവുകയാണ്. അപ്പോൾ സാധാരണഗതിയിൽ അതിനൊക്കെ വളരെ താഴെയായിരിക്കും അതിലൂടെ പോകുന്ന കറണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു 9 തൊട്ട് 1 മണി 2 മണി വരെയുള്ള സമയത്ത് ഈ ഒരു സമയത്ത് ഇത് അതിലെല്ലാം കടന്നു പോവുക. അത് കടന്നു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സബ്സ്റ്റേഷനിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ഈ ലൈറ്റ് ഫുൾ അങ്ങ് ഓഫാകും. പിന്നെ ഇത് ചാർജ് ചെയ്യണമെങ്കിൽ നമുക്ക് ആ ലോഡ് കുറച്ച് കൊടുക്കണം. അപ്പോൾ ആ ലോഡ് കുറച്ച് കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ ആ ഒരു ഫീഡറിലുള്ള ഒരു 10, 30, 40 ട്രാൻസ്ഫോമറുകൾ എന്ന് പറയുമ്പോൾ 10, 8,000, 10,000 ആളുകൾക്ക് ഒരേ സമയത്ത് ഫുള്ള് കറണ്ട് പോകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും കുറച്ച് ലോഡ് കുറച്ച് കൊടുക്കുക, എന്നിട്ട് ആ കറണ്ട് ലിമിറ്റിനുള്ളിൽ ആക്കിക്കൊണ്ട് ഫീഡർ ചാർജ് ചെയ്യുക. ആ ഒരു സംഗതി മാത്രമേ നമുക്കിപ്പോൾ പറ്റുന്നുള്ളൂ. അത് നമുക്ക് നിർബന്ധിതമായിട്ട് ചെയ്തു പോകുന്ന കാര്യമാണ്. കാര്യം നമുക്കത് താല്പര്യമുള്ളതല്ല. ഒരാൾക്ക് പോലും സപ്ലൈ കൊടുക്കാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് വിഷമമുള്ള കാര്യമാണ്. കാര്യം ഓഫീസിലെ ഒരാൾക്ക് സപ്ലൈ പോയാൽ പോലും ആ ആൾ വിളിച്ചുകൊണ്ടിരിക്കും. ഒന്ന് നമുക്ക് അവിടെ ഒന്ന് വൃത്തിയായിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും സപ്ലൈ കൊടുത്തിട്ടാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു നിർബന്ധിതരാകുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മൾ ഫീഡറുകളിൽ കുറച്ച് ലോഡ് കുറച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ബഹുമാനപ്പെട്ട MLA യോഗത്തിൽ പറഞ്ഞിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓഫ് ചെയ്യുമ്പോൾ നമ്മളെ മുൻകൂട്ടി ഒന്ന് അറിയിച്ചുകൊണ്ട് ഓഫ് ചെയ്യുക. അപ്പോൾ സാറൊക്കെ പറഞ്ഞതുപോലെ തന്നെ തലപ്പാറ സെക്ഷനെ സംബന്ധിച്ച് ഞങ്ങൾ അതിനുശേഷം ഒരു ഷെഡ്യൂൾ പോലെ ഉണ്ടാക്കിക്കൊണ്ട് ഇത്ര ട്രാൻസ്ഫോമറുകൾ ഇന്ന സമയങ്ങളിൽ ഓഫ് ചെയ്യുമെന്നുള്ളത് നമ്മുടെ പബ്ലിക് ഗ്രൂപ്പുകളിലൂടെ അറിയിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഒരു 3 ദിവസം കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ഗുണം നമുക്കിപ്പോൾ ഉണ്ട്. ഓഫീസിൽ അങ്ങനെ വലിയ പ്രശ്നങ്ങൾ കഴിഞ്ഞ 3 ദിവസങ്ങളായിട്ട് ഉണ്ടാകുന്നില്ല. തിരൂരങ്ങാടി CI KT ശ്രീനിവാസൻ യോഗത്തിന് അധ്യക്ഷത വഹിച്ചു. KSEB തലപ്പാറ AE സുദീപ് J, കുന്നുംപുറം AE ഷറഫുദ്ദീൻ, തിരൂരങ്ങാടി AE ഷാനവാസ, തിരൂരങ്ങാടി നഗരസഭാ കൗൺസിലർമാരായ അഹമ്മദ് കുട്ടിക്കടവത്ത്, CH അജാസ്, PK അബ്ദുൾ അസീസ്, മൂന്നൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹനീഫ അച്ചാട്ടിൽ, പഞ്ചായത്ത് അംഗങ്ങളായ PP സഫീർ, മർവ അബ്ദുൾ ഖാദർ, ഷംസുദ്ദീൻ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ സൈദൽ വി കാട്ടേരി, VV അബു, അയൂബ് തലാപ്പിൽ, മനോജ് EP, M അബ്ദുറഹ്മാൻ കുട്ടി, ശ്രീരാഗ് മോഹൻ, C ഇബ്രാഹിം കുട്ടി, KM മൊയ്തീൻ കോയ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.